Friends, welcome back to our channel Wealthy Life. 28 ഡിസംബർ 2020 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ സ്റ്റോക്കുകളുമായി റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 28 ഡിസംബർ 2020 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് NIIT ലിമിറ്റഡ്. ആൾറെഡി 24 ഡിസംബർ 2020 ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇതിൻ്റെ ബൈബാക്കിനുള്ള അപ്രൂവൽ നൽകി കഴിഞ്ഞു. 237 കോടി രൂപയുടെ ബൈബാക്കാണ് ഈ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. കമ്പനിയുടെ ബൈബാക്ക് പ്രകാരം ഏകദേശം 98,75,000 ഷെയറുകളാണ് കമ്പനി ബൈബാക്ക് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മാർക്കറ്റിൽ ആൾറെഡി 2 ബൈബാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, TCSൻ്റെ ഒരു മെഗാ ബൈബാക്ക് പ്ലാൻ ഏകദേശം 16,000 കോടി രൂപയുടെ മെഗാ ബൈബാക്ക് പ്ലാൻ 1 ജനുവരി 2021 അവസാനിക്കുന്നത്. അതുപോലെ തന്നെ വിപ്രോയുടെ ഏകദേശം 9,500 കോടി രൂപയുടെ ബൈബാക്ക് പ്ലാൻ ഡിസംബർ 29 ആരംഭിച്ച് ജനുവരി 11 അവസാനിക്കുന്നത്. ഇനി രണ്ടാമത്തെ ന്യൂസ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ സിൻഡെക്സ് ഇൻഡസ്ട്രീസിനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂ ആയ 294 കോടി രൂപ ആൾറെഡി ഈ ബാങ്ക് അതിനെ NPA ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം ഒരു റീസെൻറ്റ് റെഗുലേറ്ററി ഫില്ലിങ്ങിൽ ഈ പൈസയെ ഫ്രോഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സിൻഡെക്സ് ഇൻഡസ്ട്രീസിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് സിൻഡെക്സ് ഇൻഡസ്ട്രീസിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസാണ്. ആൾറെഡി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന് എഗനസ്റ്റും ആയിട്ടും ഇതിനെ ഒരു നെഗറ്റീവ് ന്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ വരുന്ന സെക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു NBFC സ്റ്റോക്കാണ് പൈസാലോ ഡിജിറ്റൽ എന്ന് പറയുന്ന NBFC സ്റ്റോക്ക്. ആൾറെഡി ഈ സ്റ്റോക്ക് ന്യൂസിൽ വന്നത് SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി പൈസാലോ ഡിജിറ്റലിൻ്റെ 9% സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്നുള്ള വാർത്ത വന്നതിന് ശേഷമാണ്. അതായത് ഏകദേശം 186.20 കോടി രൂപയുടെ അക്വിസിഷനാണ് ഇവിടെ നടന്നത്. ഇത് പ്രകാരം 38 ലക്ഷം സ്റ്റോക്കുകളാണ് SBI ലൈഫ് അക്വയർ ചെയ്തത്. ഇനി മറ്റൊരു ഫോക്കസ് ചെയ്യേണ്ട, അതായത് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്ക് വേദാന്തയാണ്. ആൾറെഡി വേദാന്തയുടെ പ്രൊമോട്ടേഴ്സ് വേദാന്തയുടെ 4.98% സ്റ്റോക്കുകൾ, അതായത് 4.98% ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഏകദേശം BSEയിൽ നിന്നും 11.85 കോടി രൂപയ്ക്ക് 11.85 കോടി ഷെയറുകൾ 159 രൂപ 96 പൈസ എന്ന നിരക്കിലും NSEയിൽ നിന്നും ഏകദേശം 7.35 കോടി ഷെയറുകൾ 159 രൂപ 91 പൈസ എന്ന നിരക്കിലുമാണ് അക്വയർ ചെയ്തത്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 2,959 കോടി രൂപയുടെ ബൈബാക്ക് അല്ലെങ്കിൽ ബൾക്ക് ഡീലാണ് വേദാന്തയുടെ പ്രൊമോട്ടേഴ്സ് വേദാന്തയിൽ നടത്തിയത്. അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നാളത്തെ ദിവസം ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്ക് കാൻഡില ഹെൽത്ത് കെയർ ആണ്. അതായത് കാൻഡില ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫേസ് 2 ട്രയലിൽ കമ്പനി ഡെവലപ്പ് ചെയ്ത COVID-19 വാക്സിൻ വളരെ സേഫും അതുപോലെ തന്നെ ഇമ്മ്യൂണോജനിക്കും ആണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. ഈ റിപ്പോർട്ട് തന്നത് CDSO, അതായത് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഡേറ്റ സേഫ്റ്റി മോണിറ്ററിംഗ് ബോർഡുമാണ്. അതായത് ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ്. കൂടാതെ അതിൻ്റെ ഫേസ് 3 ലെവൽ ഉടനെ സ്റ്റാർട്ട് ആകുമെന്നും ഫേസ് 2 ലെവലിൽ ഉണ്ടായ കാര്യങ്ങൾ തന്നെ ഫേസ് 3 ലെവലിലും പ്രതീക്ഷിക്കാം എന്നും കമ്പനിയുടെ ചെയർമാൻ്റെ സൈഡിൽ നിന്നും ഒരു നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ് 3 ട്രയൽ കംപ്ലീറ്റ് ആയാൽ കമ്പനി അതിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ തുടങ്ങും എന്നുള്ളൊരു ന്യൂസുമുണ്ട്. അതുകൊണ്ട് കാൻഡില ഹെൽത്ത് കെയർ നമ്മൾക്ക് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ബൈബാക്ക് സംബന്ധമായ മറ്റൊരു സ്റ്റോക്ക് കൂടിയുണ്ട്. അതായത് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഏകദേശം 7 കോടി ഷെയറുകളാണ് ഈ കമ്പനി ബൈബാക്ക് ചെയ്യുന്നത്. ടോട്ടൽ ബൈബാക്ക് എമൗണ്ട് നോക്കുകയാണെങ്കിൽ 587 കോടി രൂപയുടെ ബൈബാക്കാണ് ഈ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫർദർ ഇൻഫർമേഷൻസ് നമ്മൾക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്.